ഹലോ, എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമുക്കൊരു മട്ടൻ കുറുമ ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് കുറുമ ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് 3/4 കിലോ ഇറച്ചിയാണ്. 750 ഗ്രാം മട്ടൻ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. മൂന്ന് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 തക്കാളിയുണ്ട്. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഓരോ സ്പൂൺ വീതം, ഉപ്പ്, ഒരു 1/2 കപ്പ് തൈര്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മല്ലിയില, 5 പച്ചമുളക് ചതച്ചത്, കുറച്ച് നട്ട്സ് കുതിർത്തരച്ചത്. അത് തേങ്ങയും ചേർത്താൽ മതി, തേങ്ങ അരച്ചാൽ മതി, അല്ലെങ്കിൽ വെള്ള കസകസ അരച്ചാൽ മതി. കുറച്ച് കറിവേപ്പില, ഗരം മസാലപ്പൊടി. നമുക്ക് എങ്ങനെയാണ് കുറുമ തയ്യാറാക്കുന്നത് നോക്കാം. കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയുടെ ഞാനിനും പറഞ്ഞില്ല, അറിയാമല്ലോ, നമുക്ക് എണ്ണ വേണമല്ലോ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വേഗം കുക്കാവാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാം. സവാള അധികം കുക്കേണ്ട ആവശ്യമില്ല, ഒരു കുറച്ച് കുക്കായിട്ടുണ്ട്. ഞാനിതിനകത്ത് ഇനി തക്കാളി ചേർത്ത് കൊടുക്കുവാണ്. തക്കാളി ഒരു 3 ഞാനത് മുഴുവൻ ചേർക്കുന്നില്ല, 2 തക്കാളി ചേർക്കുന്നുള്ളൂ. തക്കാളി ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം.
വെന്ത് വന്നിട്ടുണ്ട്. നല്ല നല്ല കൊഴുപ്പുണ്ട്. ഉണ്ടോ? കാഷ്യൂ നട്ട്സിൻ്റെ പേസ്റ്റിൽ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം. കറി ചൂട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. കറി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യണം, കമൻ്റ് എഴുതണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.